ഉള്ള കാര്യം പറയുന്ന ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. സൂപ്പറായിരുന്നു. എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇല്ല, ഒരിക്കലും ഇല്ല, ആവശ്യതയില്ല. എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. അതെ അതെ അതെ, നല്ലതായിരുന്നു, ഒത്തിരി നല്ലതായിരുന്നു. അങ്ങനെയില്ല, അങ്ങനെയില്ല, എല്ലാവരും ഈക്വലി എല്ലാവരും നല്ലതായിട്ട്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അതെ അതെ, നല്ല ലൈക്ക് ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ധൈര്യത്തോടെ പറഞ്ഞു. അപ്പോൾ ഒത്തിരി നല്ല ആർജവത്തോടെ പറഞ്ഞതിൻ്റെ ഒരു ഹാർട്ടി എന്താ പറയുന്നത്, കൺഗ്രാജുലേഷൻസ്. സൂപ്പറായിരുന്നു, അടിപൊളി, എല്ലാവരും കണ്ടു. പറഞ്ഞു പടത്തിന് ഹൈപ്പ് ഇത്ര ആയതുകൊണ്ടാണോ എവിടെയൊക്കെയോ ചിലയിടത്ത് നമുക്കൊരു സ്ലോ പോലെയൊക്കെ ഫീൽ ചെയ്തു, അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് ആ ഒരു ലാഗ് എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. അതിന് വേണ്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? ലാലേട്ടൻ, മഞ്ജു ചേച്ചിയൊക്കെ സുപ്രിയൻ്റെ ഒരു ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ തന്നെ. ഭയങ്കര ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ച് എന്താ കട്ട് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ സീൻസ്? അങ്ങനെ ഇല്ല ഇല്ല. ഇഷ്ടമായോ? എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? ലാലേട്ടൻ, മഞ്ജു ചേച്ചിയൊക്കെ നന്നായിരുന്നു. സുപ്രിയൻ്റെ ഒരു ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഡയറക്ഷനും കൊള്ളായിരുന്നു. നമ്മളൊരു സിനിമ എന്നുള്ള നിലയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലാതെ വേറൊരു ആംഗിളിൽ കാണാതിരുന്നാൽ മതി. സീൻസ് ഒക്കെ ഇപ്പോൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കുറച്ച് വന്നല്ലോ, അതുകൊണ്ടാണ് ഇന്ന് വന്നത് കാണാൻ വേണ്ടി. അതെ അതെ അതെ. എന്ത് തോന്നി കണ്ടപ്പോൾ? എന്ത് തോന്നി? അതിൻ്റെ ആവശ്യമുണ്ടോ? കണ്ടപ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു സിനിമയാണ്. എന്തിനാ ഇപ്പൊ നടക്കും എന്തോ അതറിയില്ല. സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ? ഇല്ല ഇല്ല, കുഴപ്പമില്ല. എല്ലാവരുടെയും മഞ്ജുവാരുടെ പ്രത്യേകിച്ച് പറയേണ്ട സൂപ്പറായിരുന്നു. നല്ല സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, ഇതിങ്ങനെ കാണുന്നതിനെ നല്ലതെന്ന് തോന്നുന്നു. നല്ല മൂവി. രണ്ട് സിനിമയാണല്ലോ, അപ്പം അതിൻ്റേതായിട്ടുള്ള മേക്കിംഗ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ബേസിക്കലി സെൻസർഷിപ്പ് കട്ട് വരുന്നതിന് മുന്നേ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ജനങ്ങൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു സിനിമയിലൂടെ കുറച്ചുകൂടി വൈഡായിട്ടുള്ള ഓഡിയൻസിന് കാണുമ്പോൾ കുറച്ചുകൂടി കൺവേ ആകുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം എന്നാണ്. അപ്പം അതിന് മുന്നേ കാണണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്, അതുകൊണ്ട് തന്നെയാണ് അവിടെ വന്നത്. പെർഫോമൻസ് ലാലേട്ടൻ്റെ ഒരു കംബാക്ക് പോലെ ഫീൽ ചെയ്തു കുറേയൊക്കെ. മഞ്ജു വാര്യർ എന്താ ലൂസിഫർ പോലെയല്ല, എമ്പുരാനിൽ കുറച്ചുകൂടി ഭയങ്കര നമുക്കൊരു ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രമാണ് സിനിമയിൽ. യെസ്, കൊള്ളാം, നല്ലതാണ്. ഒരു എക്സ്പീരിയൻസ് സിനിമ കാണുമ്പോൾ സിനിമേൻ്റെ അകത്ത് നമ്മൾ ആവുന്നുണ്ട്. നല്ല സൂപ്പർ മൂവി. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? കൊള്ളാം, നല്ല മൂവിയായിരുന്നു. സൂപ്പറായിരുന്നു. സിനിമ ഭയങ്കര ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാവശ്യമില്ല, കാണേണ്ട പടം തന്നെയാണ്. സിനിമയായിട്ട് കണ്ടാൽ മതി. അതെ, നല്ല മൂവിയാണ്, നല്ല സിനിമ. സൂപ്പർ. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി. ഡയറക്ഷൻ ഒക്കെ ഇങ്ങനെയൊക്കെ സിനിമ എടുത്ത് വെച്ചാൽ പിന്നെ എന്ത് പറയാൻ? ഇതൊക്കെ സാധാരണ ഉണ്ടാവുന്നതല്ല, പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ മലയാളത്തിൽ അപൂർവമാണ്.